നമസ്കാരം. ഗീതം യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും ചെടികളുടെ ലോകത്തേക്ക് അല്പസമയം മടങ്ങി വരിക. ഇന്നും ഞാനൊരു ചെറിയ വീഡിയോയുമായി നിങ്ങളോടൊപ്പം ചേരുകയാണ്. ഒരു സ്വാഗതം. ഇത് നല്ലൊരു പ്രഭാതമാണ്. മഴ അധികമില്ല, വെയിലുണ്ട്. ഇനി മഴ വന്നുകൊള്ളണമെന്നില്ല. ഇന്നൊരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് മറ്റു പരിപാടികളൊന്നുമില്ലെങ്കിൽ നടക്കാൻ പോവുകയും എക്സർസൈസ് ചെയ്യുകയും ഇതൊന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ ചെടികളോടൊപ്പം നിന്ന് നമുക്ക് കുറേ സമയം ചിലവഴിക്കുമ്പോൾ നമുക്കൊരു എക്സർസൈസാവും, മാനസികമായ ഒരു സന്തോഷമുണ്ടാവും. അത്തരത്തിൽ ഒരു പരിപാടിയാണ് ചെടി പരിപാലനം. വളരെ പ്രയാസമേറിയതാണ്. ഞാനും അത്തരത്തിൽ ആദ്യം തുടങ്ങുമ്പോൾ വേണ്ട എന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റഡായി നിങ്ങളെയും ഞാൻ ഈ ചെടി ലോകത്തേക്ക് ക്ഷണിക്കുന്നു. നമ്മളെപ്പോഴും വീടിൻ്റെ മുന്നിൽ ചെടികൾ വളർത്തുമ്പോൾ എന്നും നോക്കാറുള്ളത് എങ്ങനെയാണ്? നമ്മുടെ വീടിന് എത്രത്തോളം സൗന്ദര്യമുണ്ട് എന്നാണ് നോക്കുന്നത്. ചിലപ്പോൾ നമ്മൾ വലിയ വീടും പണവും ഒക്കെ കൊടുത്ത് വലിയ വലിയ വീടുകൾ ഉണ്ടാക്കിയെങ്കിലും എല്ലാ വീടുകളുടെ മുമ്പിലും ഇപ്പോൾ ഈ ചെടികളുണ്ട്. അത് നമ്മുടെ വീടിനും സൗന്ദര്യം തരുന്നു, നമ്മുടെ മനസ്സിനും സൗന്ദര്യം തരുന്നു. വേനൽക്കാലം കഴിഞ്ഞു, ഇനി മഴക്കാലമാണ്. ഇനി വരാനുള്ളതെല്ലാം മഴയുടെ നല്ല നനുത്ത നേർമയുള്ള പ്രഭാതവും ഓർമ്മയുമാണ്. ഞാനിന്നൊരു ചെറിയ വീഡിയോ ചെയ്യാം, വളരെ പെട്ടെന്ന് ചെയ്യാം. കലേഡിയം ചെടികളെക്കുറിച്ചാണ്. ഇത് ഒരുപക്ഷെ നിങ്ങൾക്കും തോന്നുന്നുണ്ടാവാം, നല്ലോണം പരിചരിച്ച് വളർത്തിയ കലേഡിയം ചെടികളെല്ലാം നശിച്ചു പോയി, അല്ലെങ്കിൽ അഴുകിപ്പോയി, ചീഞ്ഞു പോയി. അത്തരത്തിൽ എനിക്കും ഒരു വിഷമമുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു 2-3 തരം ഉണ്ട്. ബാക്കിയെല്ലാം ചിലതെല്ലാം കോമൺ ആണ്, പക്ഷേ അതെല്ലാം ഇപ്പോൾ ചെടിച്ചട്ടികളിൽ വെച്ചപ്പോൾ സൗന്ദര്യം ഏറി. അത്തരത്തിൽ വിലയുള്ള ഒരു 2-3 കലേഡിയം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. വേനൽക്കാലം വന്നപ്പോൾ അവ നശിച്ചു പോയി, ശരിക്കും ഉണങ്ങി കരിഞ്ഞു പോയി. ഞാൻ ആകെ വിഷമിച്ചിരുന്നു. മഴ വന്നപ്പോൾ നടന്ന ഒരു മാറ്റമാണ് ഞാൻ നിങ്ങളോടൊപ്പം പറയുന്നത്. ഈ കലേഡിയം നിറയെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ 2 വെറൈറ്റി പ്യുവർ വൈറ്റും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഇലകളും ഒന്നുമില്ലാതെ നശിച്ചു പോയി ഈ കലേഡിയം. അതുപോലെ തന്നെ ഇതും നല്ല വിലയുള്ളതാണ്. വലിയ ഇലകളുമായി നിറയെ ഉണ്ടായിരുന്ന ഒരു കലേഡിയമാണ്. ഞാനിതിൽ വെച്ചിരുന്നു. അത് ഒരു ഇല പോലും ബാക്കി ശേഷിക്കാതെ നശിച്ചു പോയി. പക്ഷെ ഞാൻ ആ ചെടിച്ചട്ടിയെ മാറ്റിയില്ല. ഒന്ന് പിന്നെ ആകാമെന്ന് വിചാരിച്ചു. മഴ നനഞ്ഞപ്പോൾ ഇവർ 2 പേരും ഈ ചെടിയുടെ ചുവടിൽ നിന്ന് ഒരു ഇല പോലുമില്ലാതെ ചെടിച്ചട്ടി തന്നെ ഏകദേശം മറഞ്ഞു പോകത്തക്ക രീതിയിൽ ഒരു ഇലകൾ പോലുമില്ലാതെ കലേഡിയം നശിച്ചു പോയതാണ്. വീണ്ടും മഴ വന്നപ്പോൾ കണ്ടോ, ഇതൊരു ചെറിയ മുള വന്നു. ഇപ്പോൾ ഇത്രയും വളർന്നു വരാൻ വേണ്ടി നിങ്ങളെ കാണിക്കാൻ ഞാൻ കാത്തിരിക്കായിരുന്നു. നമ്മൾ നഴ്സറിയിൽ നിന്ന് നല്ല വില കൊടുത്ത് വാങ്ങുന്ന ഒരു ഐറ്റമാണ്. ഇതിനും ഏകദേശം അതുപോലെ തന്നെയാണ്. വളരെ റെയറായിട്ട് നമുക്ക് പറമ്പിലൊക്കെ കിട്ടാറുണ്ടെന്ന് തോന്നുന്നു. ഇത് എങ്ങനെ വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്ത് മാറ്റാമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. എന്തുകൊണ്ട് ഞാൻ ഈ ചെടിച്ചട്ടിയെ മാറ്റിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മടി വിചാരിച്ചാണ്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊരു കിഴങ്ങുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ ചെടി വളർന്നു വന്നത്. ഈ 2 കലേഡിയവും അങ്ങനെ തന്നെയാണ് വന്നത്. ഈ കലേഡിയം നശിച്ചു പോയെന്ന് നമ്മൾ വിചാരിച്ച് ഇതിനെയൊക്കെ വലിച്ച് കളഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എനിക്ക് വീണ്ടും ഇതെവിടെന്നെങ്കിലും വാങ്ങേണ്ടി വരുമായിരുന്നു. ഈ ചെടിയിൽ ഒരു തണ്ട് മാത്രമേ വളർന്നു വന്നിട്ടുള്ളൂ. എന്നാൽ ഇതിൽ ഒരു 3-4 എണ്ണം മുളച്ചു വന്നിട്ടുണ്ട്. അപ്പം ഞാനതിനെ എങ്ങനെ നമുക്ക് റീപ്പോർട്ട് ചെയ്യാമെന്ന് കാണിക്കുകയാണ്. ഇത് ഞാൻ ഇളക്കി വെച്ചിരിക്കുന്നു. ഇതിൽ 3, 4, 5 കണ്ടോ കിഴങ്ങുകളുണ്ട്. ഈ കിഴങ്ങുകളാണ് കലേഡിയത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗം. ഇതിനെ നമ്മൾ പൊട്ടിച്ച് കളയരുത്. അപ്പോൾ ഇത് മണ്ണിലിരുന്നത് കൊണ്ടാണ് എനിക്കിപ്പോൾ വീണ്ടും ഈ കലേഡിയം കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ഇതിലൊരു 3-4 തണ്ടുകളുണ്ട്, കിഴങ്ങുകളുണ്ട്. അവയെ ഓരോന്നായി വേർതിരിച്ചെടുക്കുന്നു. വളരെ സൂക്ഷിച്ച് ഇതിൻ്റെ കിഴങ്ങുകളെ കട്ട് ചെയ്തെടുക്കുക. 3 ചെടികൾക്കുള്ള കിഴങ്ങുകൾ ഇതിലുണ്ട്. ആദ്യമായി ഞാൻ ഒരെണ്ണം വേർതിരിച്ചെടുത്തു.
വേരിനെ ഞാനൊന്ന് കഴുകിയെടുത്തതാണ് മണ്ണ് പോകാൻ. അപ്പോൾ ഒരെണ്ണം കിട്ടി. അടുത്തത് തൊട്ടടുത്ത് തന്നെ നിപ്പുണ്ട്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, കിഴങ്ങുണ്ടാവണം. ഓക്കെ. ഇത് മറ്റൊരു തരം കലേഡിയമാണ്. ഇതും ഒരു കിഴങ്ങുള്ളത് കൊണ്ട് വളർന്നു വന്നിരിക്കുകയാണ്. ഇപ്പം എനിക്ക് നേരത്തെ പറഞ്ഞതിൽ മാതൃസസ്യത്തിൽ നിന്നും 2 കുട്ടികളെ കൂടെ കിട്ടിയെന്ന് പറയാം. 1, 2, 3 എണ്ണം. അപ്പോൾ നമുക്ക് മാതൃസസ്യത്തെ വീണ്ടും ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പോട്ടിംഗ് മിക്സ്ചർ, അതിൽ ചാണകപ്പൊടിയും ലേശം മണലും കുറച്ച് പച്ചില വളവും ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചെടിയെ വീണ്ടും ഈ മാതൃസസ്യത്തെ തന്നെ നടുന്നു. 3 എണ്ണമുണ്ട്. ഞാൻ ഒരെണ്ണം ഒരു ചട്ടിയിൽ നടുന്നു. ഒരുമിച്ച് നിർത്തിയാൽ കുറേയേറെ വരും. എങ്കിൽ പോലും നമുക്ക് ഒരെണ്ണം നടാം. ആ കിഴങ്ങിൽ നിന്നും ഇനിയും ധാരാളം ഉണ്ടായി വരും. ബാക്കി 2 ചെടിയും ഞാൻ മറ്റ് 2 ചട്ടികളിൽ നടാൻ വയ്ക്കുന്നു. അതുകൊണ്ട് വിഷമിക്കേണ്ട. കലേഡിയം വെച്ചിരുന്ന ചട്ടി കളയണ്ട, നനച്ച് മഴയത്ത് വെച്ചെടുക്കുക. ഇതിന് അധികം വെയിലും അധികം വെള്ളവും വേണ്ട. വെള്ളം വന്നാൽ തണ്ടും ഇതിൻ്റെ കിഴങ്ങുകളും അഴുകിപ്പോവും. നിങ്ങളും നിങ്ങളുടെ കയ്യിലുള്ള കലേഡിയം കളയാതെ സംരക്ഷിച്ചെടുക്കുക. ഇത് മറ്റ് പ്രത്യേക പരിചരണങ്ങളൊന്നും വേണ്ട. ഇത് ഇനി വളർന്നുകൊള്ളും. വലിയ മഴയത്തുനിന്ന് ഒന്ന് മാറ്റി വയ്ക്കുക. ഓക്കെ, താങ്ക് യു. ഐ എം സൈനിങ് ഔട്ട്. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.